ക്ലാസ് 3 വിഷയം പരിസര പഠനം യൂണിറ്റ് 11 നാം വസിക്കും ഭൂമി. വർഷങ്ങൾക്ക് മുമ്പ് മഗല്ലൻ എന്നു പേരുള്ള ഒരു കപ്പിത്താനുണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ നാട്ടിൽ നിന്ന് ഒരു പായക്കപ്പലിൽ ലോകം ചുറ്റാൻ പുറപ്പെട്ടു. അന്ന് ഇന്നുള്ളതുപോലുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞു. അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. യാത്രയുടെ അവസാനം കപ്പിത്താനും കൂട്ടുകാരും സ്വന്തം നാട്ടിൽ തന്നെ തിരിച്ചെത്തിയത്രേ. എന്തൊരത്ഭുതമല്ലേ! നാട്ടിലെത്തിയ അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു, ഭൂമി ഉരുണ്ടതാണെന്ന് ഞാൻ കണ്ടെത്തി. ഭൂമി ഉരുണ്ടതായതുകൊണ്ടാണ് എനിക്ക് ഇവിടെ തന്നെ തിരിച്ചെത്താനായത്. ശരിയാണോ കൂട്ടുകാരെ? ആകൃതി തിരിച്ചറിയാം. ക്ലാസ് മുറിക്കകത്തിരുന്ന് സ്വന്തം ക്ലാസ് മുറി ഉൾപ്പെടുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ ആകൃതി നിങ്ങൾക്ക് വരയ്ക്കാൻ കഴിയുമോ? ശ്രമിച്ചു നോക്കൂ. കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ വരാന്തയിലേക്ക് ഇറങ്ങി നോക്കൂ. ഇപ്പോഴോ? ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയാലോ? നിങ്ങൾക്ക് കെട്ടിടത്തിൻ്റെ ആകൃതി ശരിയായി കാണാൻ കഴിയുന്നില്ലേ? ഇതുപോലെ തന്നെ ഭൂമിയുടെ ആകൃതിയും ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഭൂമിയുടെ ആകൃതി മനസ്സിലായത്? കൂട്ടുകാർ ഭൂമിയുടെ ചിത്രം കണ്ടിട്ടുണ്ടല്ലോ. ദൂരെ ആകാശത്തു നിന്നും എടുത്ത ഭൂമിയുടെ ചിത്രമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഈ ചിത്രത്തിൻ്റെ സഹായത്താലാണ് നാം ഭൂമിയുടെ യഥാർത്ഥ ആകൃതി തിരിച്ചറിഞ്ഞത്. ഭൂമിയെക്കുറിച്ച് പഠിക്കാനായി ചിത്രത്തിലുള്ളതുപോലൊരു രൂപം നമ്മൾ ഉണ്ടാക്കി. അതാണ് ഗ്ലോബ്. മേശപ്പുറത്തുള്ള ഗ്ലോബ് നോക്കൂ. ഭൂമിയുടെ ആകൃതി തിരിച്ചറിഞ്ഞല്ലോ. ഭൂമി ഉരുണ്ടതാണ്, ഏകദേശം ഓറഞ്ചിനെ പോലെ. ഭൂമിയെപ്പോലെ തന്നെ സൂര്യനും ചന്ദ്രനും ഗോളാകൃതിയാണുള്ളത്. ഭൂമിയുടെ ആകൃതിയിലുള്ള എന്തെല്ലാം വസ്തുക്കൾ നമ്മുടെ ചുറ്റിലുമുണ്ട്? ഓർത്തു നോക്കൂ. താഴെ പറഞ്ഞവയിൽ എന്തിനെല്ലാമാണ് ഭൂമിയുടെ ആകൃതിയുമായി സാമ്യമുള്ളത്? അവയ്ക്ക് നേരെ ശരി അടയാളമിടൂ. ഭൂമിയുടെ ചിത്രം പരിസര പുസ്തകത്തിൽ വരയ്ക്കൂ. ഗ്ലോബ് നോക്കി ചിത്രം മനോഹരമാക്കൂ.